Hello everyone. Welcome to our channel Spicy and Pastry. ഇന്നത്തെ വ്ളോഗ് കണ്ണൂർ പോയ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും കണ്ണൂരൊക്കെ പോകുമ്പോൾ എവിടെയൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ആദ്യം പോയത് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. മാട്ടൂൾ പെറ്റ് സ്റ്റേഷനാണിത്. ഇപ്പം നല്ല സ്ഥലമാണ്, കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കാണാത്ത പലതരം വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസും ബേർഡ്സും ഒക്കെ കാണാൻ പറ്റി. ടിക്കറ്റ് റേറ്റ് വരുന്നത് 150 പെർ ഹെഡാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു 50 റുപ്പീസും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചോളൂ. ഞങ്ങൾ ബേർഡ് ലവേഴ്സാണ്. ഞങ്ങൾക്ക് ഒരു പെറ്റുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേർഡ്സ് കാണുന്നതും അതിനോട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 50 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കുമ്പോൾ നമുക്കൊരു പെറ്റായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കിട്ടും. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ 50 റുപ്പീസ് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ളതും കിട്ടും.
നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെ പറയാം. അപ്പം ആരെങ്കിലും കണ്ണൂർ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ പ്ലേസ് മറക്കാണ്ട് വിസിറ്റ് ചെയ്യുക. 150 റുപ്പീസ് ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു 50 റുപ്പീസ് എക്സ്ട്രാ എടുത്ത് പെറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് 200 ആവും. പക്ഷേ വേർത്താണ്. നമുക്ക് ആ ടിക്കറ്റിന് നമുക്ക് ഉള്ളിലൊക്കെ കാണാനായിട്ട് നല്ല വേർത്താണ്. നമ്മൾ കാണാത്ത പലതരം ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ. ഇനി നമ്മളവിടെ നിന്ന് എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് ആസ്വദിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഈ പെറ്റ് സ്റ്റേഷൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ എന്നാ വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് ബീച്ചാണ്. അപ്പം ഞങ്ങൾ ബീച്ചിൽ പോയില്ല, ടൈം ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ പുറമേ കണ്ട് ഒക്കെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ പോയ സ്ഥലമാണ് പാളക്കയം തട്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പം ചെറിയൊരു ഹൈക്കിംഗ് പോലെ. പിന്നെ ഞങ്ങൾ വിളക്കണ്ണൂർ പള്ളിയിൽ പോയിരുന്നു. അത്ഭുതം നടന്നൊരു പള്ളിയാണ്. 13 വർഷമായിട്ടും ഈശോയുടെ മുഖം മാഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. പിന്നെ പോയത് സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട്, എറണാകുളത്തേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ അതും കൂടെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ സ്ഥലങ്ങൾ മിസ്സാക്കണ്ട. അതുപോലെ തന്നെ ഞങ്ങൾ ഡ്രൈവിൻ ബീച്ച് പോയിരുന്നു. അതും നല്ലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ കരുതിയത് സാധാരണ റോഡിൽ കൂടെ പോകുന്ന അതേ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന്. പക്ഷേ അല്ല, നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ കണ്ണൂർ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ ഡ്രൈവും മിസ്സാക്കണ്ട. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ. ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.